നമസ്കാരം. KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്നും മാറില്ലെന്ന് തുറന്നടിച്ചുകൊണ്ട് കെ സുധാകരൻ രംഗത്ത് വന്നെങ്കിലും പുനഃസംഘടനയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഹൈക്കമാൻഡിന്റെ നീക്കമെന്ന് പറയുന്നു. ഒരു പൊളിച്ചെടുക്കൽ അതാണ് കോൺഗ്രസ് ഇനി മുന്നോട്ട് വെക്കുന്നത്. കേന്ദ്രത്തിലായാലും കേരളത്തിലായാലും കോൺഗ്രസിനൊരു പിടിയും അതുപോലെ ചില മാറ്റങ്ങളും അനിവാര്യമാണ്. അങ്ങനെയാണ് ഹൈക്കമാൻഡ് ഈ തീരുമാനങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുവരുന്നത്. കെ സുധാകരന്റെ എതിർപ്പ് മുഖവിലയ്ക്ക് എടുക്കാതെ പുനഃസംഘടനയുമായി മുന്നോട്ട് പോകാനാണ് ഹൈക്കമാൻഡ് ഒരുങ്ങുന്നതെന്ന വാർത്ത എല്ലാവരും ഞെട്ടിച്ചു. ശരിക്കും പറഞ്ഞാൽ അത് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. പുതിയ KPCC പ്രസിഡന്റിനെ തന്നെ ഇന്നോ നാളെയോ പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പുറത്തുവരുന്ന സൂചനകളിൽ പറയുന്നത്. അതേസമയം സുധാകരനുമായി ഹൈക്കമാൻഡ് ഒരു തവണ കൂടി ആശയവിനിമയം നടത്തിയേക്കും എന്നുകൂടി പറയുന്നുണ്ട്. അതിൽ ചിലപ്പോൾ ചില മാറ്റങ്ങൾ ഉണ്ടായേക്കാം. ഇദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ അവർ കൂടി അക്സെപ്റ്റ് ചെയ്തേക്കാം എന്ന് പറയുന്നു. KC വേണുഗോപാൽ ഡൽഹിയിൽ എത്തിയ ശേഷം ഫോണിൽ ബന്ധപ്പെടാനാണ് സാധ്യത. ഡൽഹിയിൽ നടന്ന ചർച്ചയിൽ സമയവായത്തിൽ തന്നെ എത്തിയ ശേഷം സുധാകരൻ നിലപാട് മാറ്റിയതും ഹൈക്കമാൻഡ് പരിശോധിക്കും. സുധാകരന്റെ പരസ്യ പ്രതികരണത്തിന് ഹൈക്കമാൻഡിന്റെ കടുത്ത അതൃപ്തിയുമുണ്ട്. പുതിയ പ്രസിഡന്റിനെ തന്നെ തീരുമാനിക്കുന്നത് ഇനി വൈകേണ്ടി വരുമെന്നാണ് നിലപാട്. ഹൈക്കമാൻഡിനുള്ളത് കെ സുധാകരന്റെ അപ്രതീക്ഷിത നീക്കമെന്ന് AICC വിലയിരുത്തുന്നുണ്ട്. അഭിമുഖത്തെ വൈകാരികമായ പ്രകടനമായി വിലയിരുത്തിയ നേതൃമാറ്റ പ്രഖ്യാപനം തന്നെ മുൻ നിശ്ചയിച്ചതുപോലെ നടത്താനാണ് നീക്കം. എന്നാൽ ഇതിനെതിരെ തിരിച്ചടിക്കാൻ തന്നെ സുധാകരൻ രംഗത്ത് വന്നാൽ അത് കോൺഗ്രസിൽ തുടർ വിവാദങ്ങൾക്ക് വഴിവെക്കും. KPCC അധ്യക്ഷ സ്ഥാനത്ത് സുധാകരന് പകരം ഉയർന്നു കേൾക്കുന്ന പേരുകളിൽ യുവ നേതാക്കൾക്ക് അടക്കം തന്നെ എതിർപ്പുകളുണ്ട്. മുതിർന്ന പല നേതാക്കളെയും വെട്ടിയാണ് ഇപ്പോൾ സമുദായത്തിന്റെ പേരിൽ കോൺഗ്രസ് ആന്റണിയുടെയും സണ്ണി ജോസഫിന്റെയും പേരുകളിലേക്ക് എത്തിയത്. ഇവർക്കെതിരെ പാർട്ടിക്കുള്ളിൽ കടുത്ത എതിർപ്പുണ്ട്. ഇതിൽ തന്നെ ആന്റോയ്ക്ക് മുൻതൂക്കമുണ്ട്. ഇതിൽ ചില നേതാക്കൾക്ക് കേരളത്തിൽ അവരുടെ അധീശത്വം അത് തന്നെ അവർ അറിയിക്കുന്നുമുണ്ട്. അത് അരക്കിട്ടുറപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളുടെ ഭാഗമാണെന്ന് വിലയിരുത്തലെന്നും പറയുന്നു. പ്രസിഡന്റ് മാറ്റത്തെക്കുറിച്ച് ഒരുവിധ ചർച്ചയും നടന്നിട്ടില്ലെന്ന് ഇത്തരം വിവാദങ്ങൾ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെയാണ് ഉണ്ടാവുന്നതെന്നും സുധാകരൻ ഇന്നലെ കുറിച്ചിരുന്നു. ആരോഗ്യ പ്രശ്നമുണ്ടെന്നും വരുത്തി തീർത്ത് മൂലക്കിരുത്താൻ ഒരു ഗ്രൂപ്പും കേരളത്തിൽ ഒരു നേതാവും ശ്രമിക്കുന്നുണ്ട്. ആളെന്നെ അറിയാം, പറയില്ലെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. കഴിഞ്ഞ ദിവസം കെ സുധാകരൻ ഡൽഹിയിൽ വിളിച്ച് കോൺഗ്രസ് അധ്യക്ഷനും രാഹുൽ ഗാന്ധിയും ചർച്ച നടത്തിയതോടെയാണ് വിഷയം വീണ്ടും ചൂടുപിടിച്ചത്. മാറാൻ ആരും പറഞ്ഞിട്ടില്ലെന്നും പറഞ്ഞിടത്തോളം തന്നെ പ്രസിഡന്റായി തുടരുമെന്നും കെ സുധാകരൻ വ്യക്തമാക്കി. പിണറായി വിജയനെ ഭരണത്തിൽ നിന്നും താഴെ ഇറക്കുകയാണ് ലക്ഷ്യമെന്നും സുധാകരൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ആന്റണിയോ സണ്ണി ജോസഫോ അധ്യക്ഷനാവുമെന്ന വാർത്ത പരന്നിട്ടുണ്ട്. സുധാകരനെ മാറ്റണമെന്ന് ആരും ആവശ്യപ്പെട്ടിട്ടില്ലെന്നും മുൻ KPCC അധ്യക്ഷനും K മുരളീധരൻ സുധാകരനും മാറേണ്ട ആവശ്യമില്ലെന്നും ആന്റണിയോ ഇന്നലെ പ്രതികരിച്ചു. ഇതിനിടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പറഞ്ഞു കേൾക്കുന്ന നേതാക്കൾക്കെതിരെ ആലുവ ബസ് സ്റ്റാൻഡിൽ പോസ്റ്ററുകളും പ്രത്യക്ഷപ്പെട്ടു. കോൺഗ്രസ് പ്രവർത്തകർ പോലും തിരിച്ചറിയാത്ത ആന്റണിയും സണ്ണി ജോസഫുമല്ല കേരളത്തിലെ കോൺഗ്രസിനെ നയിക്കേണ്ടതെന്ന സേവ് കോൺഗ്രസ് എന്ന പേരിൽ പതിച്ച പോസ്റ്ററിൽ പറയുന്നു. ഇതേ അഭിപ്രായം മുതിർന്ന പല നേതാക്കളും രഹസ്യമായി പ്രകടിപ്പിക്കുന്നുമുണ്ട്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വൈകാരികതയുണ്ടാക്കും. തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിന് UDFനും കോൺഗ്രസിനും ശക്തി പരീക്ഷണമാണുള്ളത്. LDF പാളയം വിട്ട അൻവറിന് UDF വിജയം അഭിമാന പ്രശ്നം കൂടിയാണ്.